ജീവിതത്തിന്റെ തിരക്കുകൾക്കിടയിൽ എപ്പോഴെങ്കിലും നമ്മൾ സ്വയം ചോദിച്ചു പോകും, ഈ അനന്തമായ യാത്രയുടെ അവസാനം എന്താണെന്ന്. ആഗ്രഹിച്ചതെല്ലാം കൈപ്പിടിയിലൊതുക്കുമ്പോഴും നെഞ്ചിന്റെ ഉള്ളിൽ ഒരു വലിയ ശൂന്യത മാത്രം അവശേഷിക്കുന്നത് എന്തുകൊണ്ടാണ്? മനസ്സിന്റെ ശാന്തതയാണ് ലോകത്തിലെ ഏറ്റവും വലിയ സമ്പാദ്യമെന്ന് നമ്മൾ തിരിച്ചറിയുന്നത് ഇത്തരം നിമിഷങ്ങളിലാണ്. കപടമായ ആശ്വാസവാക്കുകളോ കൃത്രിമമായ മോട്ടിവേഷൻ ഫോർമുലകളോ അല്ല നമുക്ക് വേണ്ടത്. മറിച്ച് ജീവിതത്തിന്റെ പരുക്കൻ യാഥാർത്ഥ്യങ്ങളെ തൊട്ടറിഞ്ഞ് അതിൽ നിന്ന് സമാധാനം കണ്ടെത്തിയ ഒരു മഹാവ്യക്തിയുടെ ജീവിതാനുഭവങ്ങളാണ് നമുക്കാവശ്യം. സ്വന്തം കൊട്ടാരവും പദവികളും ഉപേക്ഷിച്ച് ഉള്ളിലെ ചോദ്യങ്ങൾക്ക് ഉത്തരം തേടിയിറങ്ങിയ സിദ്ധാർത്ഥന്റെ അഥവാ ബുദ്ധന്റെ ജീവിതത്തിലൂടെയും അദ്ദേഹം പകർന്നു നൽകിയ ലളിതമായ തിരിച്ചറിവുകളിലൂടെയുമുള്ള ഒരു യാത്രയാണിത്. ഓരോ മനുഷ്യന്റെയും ഉള്ളിലുള്ള അശാന്തിയെ ശാന്തിയിലേക്ക് നയിക്കുന്ന 6 ഘട്ടങ്ങളുള്ള ഒരു ആത്മീയ യാത്രയാണിത്. ശാക്യവംശത്തിന്റെ രാജകുമാരനായി സിദ്ധാർത്ഥൻ ജനിച്ചപ്പോൾ ലോകത്തിലെ എല്ലാ സുഖസൗകര്യങ്ങളും അദ്ദേഹത്തിന് ചുറ്റുമുണ്ടായിരുന്നു. ദുഃഖമെന്നൊരു വികാരം ലോകത്തുണ്ടെന്ന് പോലും അറിയാത്ത വിധത്തിലാണ് പിതാവായ ശുദ്ധോദനൻ അദ്ദേഹത്തെ വളർത്തിയത്. മനോഹരമായ കൊട്ടാരങ്ങൾ, രുചികരമായ ഭക്ഷണങ്ങൾ, നൃത്തവും സംഗീതവും, എപ്പോഴും പരിചരിക്കാൻ തയ്യാറായി നിൽക്കുന്ന ദാസീദാസന്മാർ എന്നിങ്ങനെ ഒരു സാധാരണ മനുഷ്യൻ ജീവിതകാലം മുഴുവൻ കഷ്ടപ്പെട്ട് നേടാൻ ആഗ്രഹിക്കുന്നതെല്ലാം സിദ്ധാർത്ഥന് ജനിച്ചപ്പോൾ മുതൽ ലഭിച്ചിരുന്നു. എന്നാൽ ഈ ബാഹ്യമായ സുഖങ്ങൾക്കൊന്നും അദ്ദേഹത്തിന്റെ മനസ്സിന് പൂർണ്ണമായ സംതൃപ്തി നൽകാൻ കഴിഞ്ഞില്ല. കൊട്ടാരത്തിന്റെ വലിയ മതിലുകൾക്കുള്ളിലിരിക്കുമ്പോൾ തന്റെ ഉള്ളിലെവിടെയോ ഒരു വലിയ ചോദ്യചിഹ്നം വളരുന്നതായി അദ്ദേഹം അറിഞ്ഞു. ചുറ്റുമുള്ള ആർഭാടങ്ങൾക്കിടയിലും എന്തോ ഒന്ന് നഷ്ടപ്പെട്ടതുപോലെയുള്ള ഒരു ശൂന്യത അദ്ദേഹത്തെ വേട്ടയാടിക്കൊണ്ടിരുന്നു. കൊട്ടാരത്തിലെ അന്തഃപുരങ്ങളിൽ വിഹരിക്കുമ്പോഴും ആത്മാവിനെ അലട്ടുന്ന ഈ അശാന്തി എന്താണെന്ന് മനസ്സിലാക്കാൻ ആ ചെറുപ്പക്കാരന് കഴിഞ്ഞിരുന്നില്ല. ഭൗതികമായ നേട്ടങ്ങൾ തരുന്ന സന്തോഷം താൽക്കാലികം മാത്രമാണെന്ന് രാജകുമാരന്റെ മനസ്സ് മന്ത്രിച്ചുകൊണ്ടേയിരുന്നു. ഒരു ദിവസം കൊട്ടാരത്തിന്റെ അതിരുകൾക്ക് പുറത്തേക്ക് പോകാൻ സിദ്ധാർത്ഥൻ തീരുമാനിച്ചു. തന്റെ വിശ്വസ്തനായ തേരാളി ചെന്നനോടൊപ്പം അദ്ദേഹം നഗരവീഥിയിലൂടെ യാത്ര തിരിച്ചു. ആ യാത്രയാണ് സിദ്ധാർത്ഥന്റെ ജീവിതത്തെയും അതുവഴി ലോകത്തെയും മാറ്റിമറിച്ചത്. കൊട്ടാരത്തിൽ വെച്ച് ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്ത 4 കാഴ്ചകൾ അദ്ദേഹം ആ യാത്രയിൽ കണ്ടു. ആദ്യം കണ്ടത് പ്രായം ചെന്ന് ശരീരം തളർന്ന ഒരു വൃദ്ധനെയായിരുന്നു. രണ്ടാമത് കണ്ടത് രോഗം ബാധിച്ച് വേദന കൊണ്ട് പുളയുന്ന ഒരു മനുഷ്യനെ. മൂന്നാമതായി ബന്ധുക്കൾ കരഞ്ഞുകൊണ്ട് ശ്മശാനത്തിലേക്ക് കൊണ്ടുപോകുന്ന ഒരു ശവമഞ്ചം അദ്ദേഹം കണ്ടു. ഈ കാഴ്ചകൾ സിദ്ധാർത്ഥനെ ആകെ ഉലച്ചുകളഞ്ഞു. സുഖവും യൗവനവും ആരോഗ്യവുമെല്ലാം താൽക്കാലികം മാത്രമാണെന്നും ഒരു ദിവസം താനും തന്റെ പ്രിയപ്പെട്ടവരും ഇതേ അവസ്ഥയിലൂടെ കടന്നുപോകേണ്ടി വരുമെന്നും അദ്ദേഹം തിരിച്ചറിഞ്ഞു. നാലാമതായി അദ്ദേഹം കണ്ടത് ശാന്തമുഖത്തോടെ നടക്കുന്ന ഒരു സന്യാസിയെയായിരുന്നു. ലോകത്തിലെ സകല ദുഃഖങ്ങൾക്കിടയിലും ആ മുഖത്ത് കണ്ട അസാധാരണമായ സമാധാനം സിദ്ധാർത്ഥന്റെ ഉള്ളിൽ ഒരു പുതിയ വെളിച്ചം നൽകി. ബാഹ്യമായ സുഖങ്ങൾക്ക് മനുഷ്യന്റെ യഥാർത്ഥ സങ്കടങ്ങളെ ഇല്ലാതാക്കാൻ കഴിയില്ലെന്ന് ബോധ്യപ്പെട്ട നിമിഷമായിരുന്നു അത്. അന്ന് രാത്രി കൊട്ടാരത്തിലെ എല്ലാവരും ഉറങ്ങിക്കിടക്കുമ്പോൾ തന്റെ ഭാര്യയെയും മകനെയും ഒരു നോക്ക് കണ്ട് സിദ്ധാർത്ഥൻ ആ വലിയ കൊട്ടാരത്തിൽ നിന്നും പടിയിറങ്ങി. അധികാരമോ പണമോ പ്രശസ്തിയോ തരാത്ത മനസ്സമാധാനം തേടിയുള്ള ഒരു സാധാരണ മനുഷ്യന്റെ യാത്ര അവിടെ തുടങ്ങുകയായിരുന്നു. നമ്മളും ഇന്ന് ഇതേ അവസ്ഥയിലൂടെയാണ് കടന്നുപോകുന്നത്. നല്ല ജോലിയും പണവും വീടുമൊക്കെ ഉണ്ടാകുമ്പോഴും രാത്രി കിടക്കുമ്പോൾ ഉള്ളിൽ ഒരു ഭയം അല്ലെങ്കിൽ അശാന്തി നമ്മളെ അലട്ടാറുണ്ട്. പുറമേയുള്ള ലോകത്തെ എത്ര ഭംഗിയാക്കിയാലും അകമേയുള്ള ലോകം ശൂന്യമാണെങ്കിൽ സമാധാനമുണ്ടാവില്ലെന്ന വലിയ പാഠമാണ് സിദ്ധാർത്ഥന്റെ ഈ പടിയിറക്കം നമ്മെ പഠിപ്പിക്കുന്നത്. കൊട്ടാരത്തിന്റെ ആഡംബരങ്ങളിൽ ഒതുങ്ങാത്ത ആ മനസ്സ് തെരുവുകളിലെ ദാരിദ്ര്യവും മനുഷ്യസഹജമായ വേദനകളും കണ്ടപ്പോൾ പുതിയൊരു വഴിയെക്കുറിച്ച് ചിന്തിക്കാൻ നിർബന്ധിതമായി. സുഖലോലുപതയുടെ അർത്ഥശൂന്യത തിരിച്ചറിഞ്ഞ ആ നിമിഷം തന്നെയാണ് യഥാർത്ഥത്തിൽ ആത്മീയമായ ഉണർവിന്റെ 1ാം ഘട്ടം. കൊട്ടാരത്തിൽ നിന്ന് പടിയിറങ്ങിയ സിദ്ധാർത്ഥൻ പിന്നീട് അന്വേഷിച്ചത് അക്കാലത്തെ പ്രശസ്തരായ ആത്മീയ ഗുരുക്കന്മാരെയായിരുന്നു. മനസ്സമാധാനവും സത്യവും കണ്ടെത്താൻ അവർ ഉപദേശിച്ച വഴികളെല്ലാം അദ്ദേഹം ശ്രദ്ധയോടെ പരീക്ഷിച്ചു. യോഗയും ധ്യാനവും കഠിനമായ ശാസ്ത്രങ്ങളും അദ്ദേഹം പൂർണ്ണമായി പഠിച്ചെടുത്തു. എന്നാൽ ആ അറിവുകൾക്കൊന്നും തന്റെ ഉള്ളിലെ ജിജ്ഞാസയെ ശമിപ്പിക്കാൻ സാധിച്ചില്ല. പുസ്തകങ്ങളിൽ നിന്ന് ലഭിക്കുന്ന അറിവുകൾ തലച്ചോറിന് താൽക്കാലിക ഉന്മേഷം നൽകിയേക്കാമെങ്കിലും മനസ്സിന്റെ ആഴങ്ങളിലുള്ള അശാന്തി മാറ്റാൻ അവയ്ക്ക് കഴിയില്ലെന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു. ഓരോ ഗുരുവും തങ്ങളുടേതായ സിദ്ധാന്തങ്ങൾ പഠിപ്പിച്ചെങ്കിലും അവയൊന്നും ആത്മാവിന്റെ ദാഹം തീർക്കാൻ പര്യാപ്തമായിരുന്നില്ല. തുടർന്ന് അദ്ദേഹം 5 സന്യാസിമാർക്കൊപ്പം ചേർന്ന് കഠിനമായ തപസ് ആരംഭിച്ചു. ശരീരത്തെ പീഡിപ്പിച്ചാൽ ആത്മാവിന് മുക്തി ലഭിക്കുമെന്നായിരുന്നു അവരുടെ അടിയുറച്ച വിശ്വാസം. സിദ്ധാർത്ഥൻ ഭക്ഷണം പൂർണ്ണമായും ഉപേക്ഷിച്ചു. ദിവസവും ഒരൊറ്റ നെന്മണി മാത്രം കഴിച്ച് അദ്ദേഹം ജീവൻ നിലനിർത്തി. കാറ്റും മഴയും വെയിലും ഏറ്റ് അദ്ദേഹം കാടുകളിൽ അലഞ്ഞുതിരിഞ്ഞു. കാലക്രമേണ അദ്ദേഹത്തിന്റെ സുന്ദരമായ ശരീരം വല്ലാതെ മെലിഞ്ഞുണങ്ങി. എല്ലും തോലുമായി മാറി. കണ്ണുകൾ കുഴിഞ്ഞുപോയി. ചർമ്മം വരണ്ടുണങ്ങി.
എഴുന്നേറ്റ് നിൽക്കാൻ പോലും ശേഷിയില്ലാത്ത അവസ്ഥയിലായി അദ്ദേഹം. ശരീരം നശിക്കുന്നതിലൂടെ മനസ്സ് ശുദ്ധീകരിക്കപ്പെടുമെന്ന ചിന്ത എത്രത്തോളം അബദ്ധമാണെന്ന് അദ്ദേഹം തിരിച്ചറിയാൻ അധികം വൈകിയില്ല. ഒരു ദിവസം നദീതീരത്ത് വെള്ളം കുടിക്കാൻ പോയപ്പോൾ ബോധരഹിതനായി വീണ സിദ്ധാർത്ഥന് ഒരു വലിയ ആത്മീയ തിരിച്ചറിവ് ലഭിച്ചു. താൻ കൊട്ടാരത്തിൽ അനുഭവിച്ച അതിരുകടന്ന സുഖഭോഗങ്ങളും തെറ്റായിരുന്നു, ഇപ്പോൾ അനുഭവിക്കുന്ന ഈ അതിരുകടന്ന ശരീരപീഡനവും തെറ്റാണ്. ഈ രണ്ടറ്റങ്ങളും മനുഷ്യനെ സത്യത്തിലേക്ക് നയിക്കില്ല. വീണയുടെ തന്ത്രികൾ വല്ലാതെ വലിഞ്ഞു മുറുകിയാൽ അത് പൊട്ടിപ്പോകും, എന്നാൽ വല്ലാതെ അയഞ്ഞുകിടന്നാൽ അതിൽ നിന്ന് മധുരമായ സംഗീതം ഉയരുകയുമില്ല. ജീവിതത്തിലും വേണ്ടത് ഒരു മധ്യമാർഗമാണ്. ഈ സമയത്താണ് സുജാത എന്ന ഗ്രാമീണ പെൺകുട്ടി ഒരു പാത്രം പായസവുമായി അവിടെ എത്തിയത്. വിശന്നു പൊരിഞ്ഞു കിടന്ന സിദ്ധാർത്ഥൻ യാതൊരു മടിയും കൂടാതെ ആ പായസം വാങ്ങിക്കഴിച്ചു. ശരീരത്തിന് വീണ്ടും ജീവൻ വയ്ക്കുന്നത് അദ്ദേഹം അറിഞ്ഞു. ഊർജം വീണ്ടെടുത്തപ്പോൾ അദ്ദേഹത്തിന്റെ ചിന്തകൾക്ക് കൂടുതൽ തെളിച്ചം ലഭിച്ചു. എന്നാൽ ഇത് കണ്ട അദ്ദേഹത്തിന്റെ കൂടെയുണ്ടായിരുന്ന 5 സന്യാസിമാർ കരുതിയത് സിദ്ധാർത്ഥൻ തന്റെ വ്രതം തെറ്റിച്ചു എന്നാണ്. അവർ അദ്ദേഹത്തെ ഒരു പരാജയമായി കണ്ടുപേക്ഷിച്ചുപോയി. നമ്മളും ജീവിതത്തിൽ സമാധാനം ലഭിക്കാൻ പല തെറ്റായ വഴികളിലൂടെയും സഞ്ചരിക്കാറുണ്ട്. ചിലർ പണത്തിനു പുറകെ അന്ധമായി പായുന്നു, ചിലർ ലഹരികളിൽ താൽക്കാലിക അഭയം തേടുന്നു, മറ്റു ചിലർ കഠിനമായ നിയമങ്ങളിൽ സ്വയം തളച്ചിടുന്നു. എന്നാൽ അമിതമായ ആഗ്രഹങ്ങളും അമിതമായ വിരക്തിയും ഒരുപോലെ അപകടമാണെന്നും ജീവിതത്തിൽ ഒരു സമതുലിതാവസ്ഥ കണ്ടെത്തുകയാണ് വേണ്ടതെന്നും സിദ്ധാർത്ഥൻ തന്റെ സ്വന്തം അനുഭവത്തിലൂടെ കാണിച്ചു തരുന്നു. മറ്റുള്ളവരുടെ വാക്കുകേട്ട് സ്വന്തം ശരീരത്തെയും മനസ്സിനെയും പീഡിപ്പിക്കുന്നതിന് പകരം സ്വന്തം യുക്തിക്കനുസരിച്ച് പ്രവർത്തിക്കാൻ അദ്ദേഹം തയ്യാറായി. സന്യാസിമാർ ഉപേക്ഷിച്ചു പോയതോടെ സിദ്ധാർത്ഥൻ തികച്ചും ഒറ്റയ്ക്കായി. കൂട്ടിന് ആരുമില്ലാത്ത ആ അവസ്ഥയിൽ പരീക്ഷണങ്ങളെല്ലാം പരാജയപ്പെട്ടെന്ന തോന്നൽ മനസ്സിൽ ഉയർന്നുവെങ്കിലും അദ്ദേഹത്തിന്റെ നിശ്ചയദാർഢ്യം തളർന്നില്ല. ഗയയിലെ വലിയൊരു അരയാൽ മരത്തിന്റെ ചുവട്ടിൽ അദ്ദേഹം ചെന്നിരുന്നു. തന്റെ ഉള്ളിലെ ചോദ്യങ്ങൾക്ക് കൃത്യമായ ഉത്തരം ലഭിക്കാതെ ഈ സ്ഥാനത്തുനിന്ന് എഴുന്നേൽക്കില്ലെന്ന് അദ്ദേഹം ഉറച്ച തീരുമാനമെടുത്തു. അത് വെറുമൊരു ഇരിപ്പായിരുന്നില്ല, അതൊരു ജീവൻമരണ പോരാട്ടമായിരുന്നു. കണ്ണുകളടച്ച് അദ്ദേഹം തന്റെ ശ്വാസത്തിലേക്ക് മാത്രം പൂർണ്ണ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. ശ്വാസം ഉള്ളിലേക്ക് കടക്കുന്നതും പുറത്തേക്ക് പോകുന്നതും അദ്ദേഹം നിശബ്ദനായി നിരീക്ഷിച്ചു. ഈ നിമിഷങ്ങളിൽ മനസ്സ് പല വഴികളിലേക്ക് അലയാൻ ശ്രമിച്ചു. പഴയ കൊട്ടാര ജീവിതവും ഉപേക്ഷിച്ചു പോന്ന പ്രിയതമയുടെയും മകന്റെയും മുഖവും ഭയങ്ങളും സംശയങ്ങളുമെല്ലാം ഒരു കൊടുങ്കാറ്റ് പോലെ അദ്ദേഹത്തിന്റെ മനസ്സിലേക്ക് ഇരച്ചുകയറി. ബുദ്ധമത ഗ്രന്ഥങ്ങളിൽ ഇതിനെ മാരന്റെ പരീക്ഷണം എന്ന് വിളിക്കുന്നു. നമ്മുടെ ഉള്ളിലെ അമിതമായ മോഹങ്ങളും ഭയങ്ങളും പ്രലോഭനങ്ങളുമാണ് യഥാർത്ഥത്തിൽ ഈ മാരൻ. അവ നമ്മളെ ലക്ഷ്യത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കും. തന്റെ മനസ്സിനെ ബലമായി നിയന്ത്രിക്കാൻ ശ്രമിക്കാതെ വന്നെത്തുന്ന ചിന്തകളെ വെറുതെ ഒരു സാക്ഷിപ്പട്ടുകാരനെ പോലെ നോക്കിക്കാണാൻ സിദ്ധാർത്ഥൻ തയ്യാറായി. ചിന്തകളോട് ദേഷ്യപ്പെടുകയോ അവയിൽ ലയിക്കുകയോ ചെയ്യാതെ അദ്ദേഹം അചഞ്ചലനായി നിന്നു. ചിന്തകൾ വരുന്നു, പെയ്യുന്നു, പിന്നെ അലിഞ്ഞു പോകുന്നു. അദ്ദേഹം അതിലൊന്നും ഇടപെട്ടില്ല. പതുക്കെ പതുക്കെ ആ ആന്തരിക കൊടുങ്കാറ്റടങ്ങി. മനസ്സ് തികച്ചും ശാന്തമായി. ചെളിമണ്ണെല്ലാം അടിഞ്ഞുപോയ ഒരു കുളം പോലെ തെളിഞ്ഞു വന്നു. ആ ഘനമായ നിശബ്ദതയിൽ വലിപ്പച്ചെറുപ്പമില്ലാതെ പ്രപഞ്ചത്തിലെ എല്ലാ ജീവജാലങ്ങളും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന വലിയ സത്യം അദ്ദേഹം തിരിച്ചറിഞ്ഞു. മനുഷ്യന്റെ എല്ലാ ദുഃഖങ്ങൾക്കും കാരണം അവന്റെ അമിതമായ ആഗ്രഹങ്ങളും യാഥാർത്ഥ്യത്തെ ഉൾക്കൊള്ളാനുള്ള മടിയുമാണെന്ന് അദ്ദേഹം മനസ്സിലാക്കി. ആ നിമിഷത്തിൽ സിദ്ധാർത്ഥൻ ബുദ്ധനായി മാറി, അഥവാ പൂർണ്ണമായി ഉണർന്നവൻ. ബോധോദയം എന്നത് ആകാശത്തുനിന്ന് വീണുകിട്ടുന്ന ഒരു അത്ഭുതമല്ല, മറിച്ച് മനസ്സിന്റെ എല്ലാ അനാവശ്യ ചിന്തകളും ഒടുങ്ങിയുണ്ടായ തികഞ്ഞ ശാന്തതയാണെന്ന് ബുദ്ധൻ തെളിയിച്ചു. നമ്മൾ പലപ്പോഴും വിചാരിക്കുന്നത് സമാധാനം എന്നത് എവിടെയോ ദൂരെ കിടക്കുന്ന, മരിക്കുമ്പോൾ മാത്രം ലഭിക്കുന്ന ഒന്നാണെന്നാണ്. എന്നാൽ അത് നമ്മുടെ ഉള്ളിൽ തന്നെ സുരക്ഷിതമായി ഇരിപ്പുണ്ട്. മനസ്സിന്റെ കോലാഹലങ്ങളൊന്ന് നിർത്തി ഉള്ളിലേക്ക് നോക്കാൻ തയ്യാറായാൽ ആർക്കും കണ്ടെത്താൻ കഴിയുന്ന ഒന്നാണ് മനസ്സമാധാനം. ബുദ്ധൻ ആ മരച്ചുവട്ടിൽ വെച്ച് കണ്ടെത്തിയത് പുസ്തകങ്ങളിലെ അറിവല്ല, മറിച്ച് സ്വന്തം മനസ്സിനെ എങ്ങനെ ശാന്തമാക്കാം എന്ന പ്രായോഗിക വിദ്യയായിരുന്നു. ആ വെളിച്ചം അദ്ദേഹത്തിന്റെ മുഖത്തൊരു പുതിയ പ്രഭ നൽകി. ബോധോദയം ലഭിച്ചതിനു ശേഷം ബുദ്ധൻ ഒരു കൊട്ടാരത്തിലേക്കും മടങ്ങിപ്പോയില്ല. പകരം താൻ അനുഭവിച്ചറിഞ്ഞ ആ സത്യങ്ങൾ സാധാരണ മനുഷ്യരിലേക്ക് എത്തിക്കാൻ അദ്ദേഹം നീണ്ട യാത്രകൾ ആരംഭിച്ചു. രാജാക്കന്മാർ മുതൽ തെരുവിൽ അന്തിയുറങ്ങുന്ന ഭിക്ഷാടകർ വരെ അദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കാൻ തിങ്ങിക്കൂടി. ഒരു ദിവസം കിസാ ഗൗതമി എന്നൊരു സ്ത്രീ മരിച്ച തന്റെ കുഞ്ഞിനെയും നെഞ്ചോട് ചേർത്ത് കരഞ്ഞുകൊണ്ട് ബുദ്ധന്റെ മുന്നിൽ വന്നു നിന്നു. അവളുടെ ലോകം മുഴുവൻ ആ കുഞ്ഞിലായിരുന്നു. തന്റെ ഏകമകനെ നഷ്ടപ്പെട്ട ആ യാഥാർത്ഥ്യം ഉൾക്കൊള്ളാൻ ആ പാവം അമ്മയുടെ മനസ്സ് ഒട്ടും തയ്യാറായിരുന്നില്ല. എന്റെ മകന് ജീവൻ തിരിച്ചു നൽകണം, അതിനായി എന്തെങ്കിലും അത്ഭുതം കാണിക്കണമെന്ന് അവൾ ബുദ്ധനോട് അലമുറയിട്ട് അപേക്ഷിച്ചു. ബുദ്ധൻ അവളെ സമാധാനിപ്പിച്ചുകൊണ്ട് തികച്ചും ലളിതമായ ഒരു കാര്യം പറഞ്ഞു. മകൾ പറയുന്നത് പോലെ ഞാൻ ഈ കുഞ്ഞിന് ജീവൻ നൽകാം, പക്ഷേ അതിനായി നീ ഒരു കാര്യം ചെയ്യണം. മരണം തീണ്ടാത്ത ഏതെങ്കിലും ഒരു വീട്ടിൽ ചെന്ന് അല്പം കടുക് വാങ്ങി വരിക. വലിയ പ്രതീക്ഷയോടെ ഗൗതമി മൃതദേഹവും താങ്ങി ആ ഗ്രാമത്തിലെ ഓരോ വീടുകളിലും കയറിയിറങ്ങി. എല്ലാ വീട്ടുകാരും അവളോട് സഹതാപം തോന്നി കടുക് നൽകാൻ തയ്യാറായിരുന്നു. എന്നാൽ ബുദ്ധൻ പറഞ്ഞ നിബന്ധന കേട്ടപ്പോൾ എല്ലാവരും സങ്കടത്തോടെ കൈമലർത്തി.
ഒരു വീട്ടിൽ അച്ഛൻ മരിച്ചിരുന്നു, മറ്റൊരു വീട്ടിൽ അമ്മ വിടവാങ്ങിയിരുന്നു, വേറൊരിടത്ത് മക്കൾ നഷ്ടപ്പെട്ടിരുന്നു, മറ്റൊരിടത്ത് മുത്തശ്ശി യാത്രയായി. മരണത്തിന്റെ നിഴൽ വീഴാത്ത ഒരൊറ്റ വീട് പോലും ആ വലിയ ഗ്രാമത്തിലുണ്ടായിരുന്നില്ല. വൈകുന്നേരമായപ്പോഴേക്കും കിസാ ഗൗതമിക്ക് ആ വലിയ സത്യം ബോധ്യപ്പെട്ടു. ലോകത്തിൽ താൻ മാത്രമല്ല സങ്കടപ്പെടുന്നത് എന്ന തിരിച്ചറിവ് അവളുടെ ഉള്ളിൽ മുളപൊട്ടി. മരണം എന്നത് പ്രകൃതിയുടെ മാറ്റമില്ലാത്ത നിയമമാണ്. ജനിച്ച ഏവരും ഒരു നാൾ മണ്ണോട് ചേരേണ്ടവരാണ്. നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നതെല്ലാം ഒരു ദിവസം നമ്മളെ വിട്ടുപോകും. അവൾ തിരികെ ബുദ്ധന്റെ അടുത്തെത്തി തന്റെ മകന്റെ ശരീരം ശാന്തമായി അടക്കം ചെയ്യാൻ അനുവാദം ചോദിച്ചു. അവളുടെ ഉള്ളിലെ അശാന്തിയും വിലാപവും മാറി ഒരു വലിയ ശാന്തത പതുക്കെ പടർന്നു കയറി. നമ്മുടെ ജീവിതത്തിലും പല നഷ്ടങ്ങൾ ഉണ്ടാകാറുണ്ട്. പ്രിയപ്പെട്ടവരുടെ വേർപാട്, ബിസിനസ്സിലെ തകർച്ച, രോഗങ്ങൾ, അങ്ങനെ എന്തുമാകാം. അപ്പോഴെല്ലാം എനിക്ക് മാത്രം എന്തുകൊണ്ട് ഇത് സംഭവിച്ചു എന്ന് നമ്മൾ സങ്കടപ്പെടാറുണ്ട്. ഈ ചിന്തയാണ് നമ്മുടെ മനസ്സിന്റെ സമാധാനം പൂർണ്ണമായും കളയുന്നത്. മാറ്റമെന്നത് പ്രകൃതിയുടെ അലംഘനീയമായ നിയമമാണെന്നും ഒന്നും ഇവിടെ സ്ഥിരമല്ലെന്നും മനസ്സിലാക്കുമ്പോൾ തന്നെ നമ്മുടെ പകുതി സങ്കടങ്ങളും പെയ്തുതീരും. കാര്യങ്ങളെ അതിന്റെ യഥാർത്ഥ രൂപത്തിൽ കാണാനും ഉൾക്കൊള്ളാനും ശീലിക്കുകയാണ് സമാധാനത്തിലേക്കുള്ള ആദ്യത്തെ ചുവടുവെപ്പ് എന്ന് കിസാ ഗൗതമിയുടെ കഥയിലൂടെ ബുദ്ധൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ബുദ്ധന്റെ ജീവിതത്തിലെ അങ്ങേയറ്റം ഭയാനകവും എന്നാൽ ഒരേ സമയം ചിന്തോദീപകവുമായ മറ്റൊരു അധ്യായമാണ് അങ്കുലിമാലൻ എന്ന കൊള്ളക്കാരൻ്റേത്. അവൻ സാധാരണക്കാരനായിരുന്നില്ല, പകരം കാടുകളിൽ വിഹരിച്ചിരുന്ന ക്രൂരനായ ഒരു കൊലപാതകിയായിരുന്നു. കാട്ടിലൂടെ സഞ്ചരിക്കുന്ന പാവം മനുഷ്യരെ തടഞ്ഞു നിർത്തി കൊലപ്പെടുത്തി അവരുടെ വിരലുകൾ മുറിച്ചെടുത്ത് മാലയാക്കി കഴുത്തിലണിഞ്ഞതുകൊണ്ടാണ് അങ്കുലിമാലൻ എന്ന പേര് അവന് വന്നു ചേർന്നത്. 100 പേരെ കൊല്ലുമെന്ന ദൃഢപ്രതിജ്ഞയിൽ അവൻ 99 പേരെ ഇതിനോടകം കൊന്നുകഴിഞ്ഞിരുന്നു. ആ കാട്ടുപാതയിലൂടെ സഞ്ചരിക്കാൻ രാജാവിന്റെ പടയാളികൾ പോലും ഭയന്ന് പിന്മാറിയിരുന്നു. എന്നാൽ യാതൊരു കൂസലുമില്ലാതെ ശാന്തമായ മനസ്സുമായി ബുദ്ധൻ ആ കാട്ടിലേക്ക് നടന്നു. ഇതുകണ്ട് ക്രോധം ആളിക്കെത്തിയ അങ്കുലിമാലൻ വലിയൊരു വാളുമായി ഭയാനകമായ ശബ്ദത്തിൽ ബുദ്ധന്റെ നേർക്ക് പാഞ്ഞുവന്നു. നിൽക്കൂ അവിടെ, നിന്റെ ജീവിതം ഇവിടെ അവസാനിക്കുകയാണെന്ന് അവൻ അലറി വിളിച്ചു. ബുദ്ധൻ ഒട്ടും പരിഭ്രമിക്കാതെ നടന്നുകൊണ്ട് തന്നെ തിരിഞ്ഞുനിന്ന് പറഞ്ഞു, ഞാൻ എപ്പോഴേ നിൽക്കാൻ തുടങ്ങിയിരിക്കുന്നു അങ്കുലിമാലൻ, നീയെന്നാണ് നിൽക്കുക. ബുദ്ധന്റെ ആ മറുചോദ്യവും ആ കണ്ണുകളിൽ നിറഞ്ഞ അസാധാരണമായ ശാന്തതയും കൊള്ളക്കാരനെ ആകെ അത്ഭുതപ്പെടുത്തി. തന്നെ കണ്ടാൽ ഭയന്നോടുന്ന മനുഷ്യരെയാണ് അവൻ കണ്ടു ശീലിച്ചിരുന്നത്. എന്നാൽ ഈ സന്യാസിക്ക് ഒട്ടും ഭയമില്ലെന്നു മാത്രമല്ല, അദ്ദേഹത്തിന്റെ മുഖത്ത് അലിവും കരുണയും മാത്രം നിറഞ്ഞു നിൽക്കുന്നു. അവൻ ബുദ്ധനോട് ആ വാക്കിന്റെ അർത്ഥം ആരാഞ്ഞു. ബുദ്ധൻ ശാന്തതയോടെ മറുപടി നൽകി, ഞാൻ എൻ്റെ ഉള്ളിലെ അക്രമവും കോപവും ആഗ്രഹങ്ങളും എന്നേക്കുമായി നിർത്തി സമാധാനത്തോടെ ജീവിക്കുന്നു. അതുകൊണ്ട് ഞാൻ നിശ്ചലനാണ്. എന്നാൽ നീ ഇപ്പോഴും നിരപരാധികളെ കൊല്ലാനും വേദനിപ്പിക്കാനുമുള്ള കടുത്ത യാത്രയിലാണ്. നിന്റെ മനസ്സ് തീരാത്ത അശാന്തിയിൽ വിറയ്ക്കുകയാണ്. നീ എന്നാണ് ഈ ക്രൂരതകൾ അവസാനിപ്പിച്ച് ഒരിടത്ത് ശാന്തനായിരിക്കാൻ പഠിക്കുന്നത്. ബുദ്ധന്റെ സ്നേഹം നിറഞ്ഞ ആ വാക്കുകളും അദ്ദേഹത്തിന്റെ സാന്നിധ്യവും അങ്കുലിമാലന്റെ കരിങ്കല്ലുപോലെയുള്ള ഹൃദയത്തെ അലിയിച്ചു കളഞ്ഞു. അവൻ തന്റെ വാൾ ദൂരേക്കെറിഞ്ഞ് ബുദ്ധന്റെ കാൽക്കൽ വീണ് പൊട്ടിക്കരഞ്ഞുകൊണ്ട് മാപ്പപേക്ഷിച്ചു. പിന്നീട് ബുദ്ധന്റെ ഏറ്റവും അടുത്ത ശിഷ്യന്മാരിൽ ഒരാളായി അവൻ മാറി. ഒരു കൊടും കുറ്റവാളിയെപ്പോലും സ്നേഹം കൊണ്ടും ശാന്തത കൊണ്ടും മാറ്റിയെടുക്കാൻ കഴിയുമെന്ന് ഈ കഥ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. നമ്മുടെ ജീവിതത്തിലും പലപ്പോഴും നമ്മളെ പ്രകോപിപ്പിക്കുന്ന ആളുകളും വേദനിപ്പിക്കുന്ന സാഹചര്യങ്ങളും ഉണ്ടാകാം. അവരോട് തിരിച്ച് അതേ നാണയത്തിൽ ക്രോധത്തോടെ പ്രതികരിച്ചാൽ നമ്മുടെ ഉള്ളിലെ സമാധാനം മാത്രമാണ് നഷ്ടപ്പെടുക. ദേഷ്യത്തെ ദേഷ്യം കൊണ്ട് ജയിക്കാൻ സാധിക്കില്ല. അതിനെ ശാന്തത കൊണ്ടും സ്നേഹം കൊണ്ടും മാത്രമേ നേരിടാൻ കഴിയൂ. നമ്മുടെ ഉള്ളിലെ അങ്കുലിമാലനെ അഥവാ നമ്മുടെ ദേഷ്യത്തെയും പ്രതികാര ചിന്തകളെയും തിരിച്ചറിഞ്ഞ് അതിനെ ശാന്തമാക്കാൻ കഴിഞ്ഞാൽ നമുക്കെപ്പോഴും മനസ്സമാധാനത്തോടെ ജീവിക്കാൻ സാധിക്കും. മനസ്സമാധാനം തേടിയുള്ള ഈ വലിയ യാത്രയുടെ പര്യവസാനം ബുദ്ധൻ പകർന്നു നൽകിയ ലളിതവും പ്രായോഗികവുമായ ഒരു ദർശനത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. മനുഷ്യൻ തന്റെ ജീവിതത്തിൽ അനുഭവിക്കുന്ന ഒട്ടുമിക്ക സങ്കടങ്ങൾക്കും കാരണം ഒന്നെങ്കിൽ കഴിഞ്ഞുപോയ ഭൂതകാലത്തെ ഓർത്ത് വിലപിക്കുന്നു, അല്ലെങ്കിൽ വരാനിരിക്കുന്ന നാളെക്കുറിച്ച് ഭയപ്പെടുന്നു എന്നതാണ്. കടന്നുപോയ കാര്യങ്ങളെ എത്ര കരഞ്ഞാലും നമുക്ക് മാറ്റിയെഴുതാൻ കഴിയില്ല. അതുപോലെ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ നമ്മുടെ പൂർണ്ണമായ നിയന്ത്രണത്തിലുമല്ല. എന്നാൽ നമ്മൾ ജീവിക്കുന്ന ഈ നിമിഷം, അതായത് ഈ വർത്തമാനകാലം നമ്മുടെ കൈകളിൽ മാത്രമാണുള്ളത്. അതിനെ പൂർണ്ണമായി ആസ്വദിക്കുകയും അനുഭവിക്കുകയും ചെയ്യുക എന്നത് മാത്രമാണ് സമാധാനത്തോടെ ജീവിക്കാനുള്ള ഏക പോംവഴി. ബുദ്ധൻ തന്റെ ശിഷ്യന്മാരോട് എപ്പോഴും ഉപദേശിക്കാറുണ്ടായിരുന്നു, നിങ്ങൾ നടക്കുമ്പോൾ ആ ചുവടുകളിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുക, ഭക്ഷണം കഴിക്കുമ്പോൾ ആ ഭക്ഷണത്തിന്റെ രുചിയിൽ മാത്രം മനസ്സർപ്പിക്കുക. വളരെ നിസ്സാരമെന്ന് തോന്നുമെങ്കിലും ഇന്നത്തെ വേഗതയേറിയ ലോകത്ത് നാം ചെയ്യാൻ ഏറ്റവും പരാജയപ്പെടുന്ന കാര്യമാണിത്. കയ്യിൽ മൊബൈൽ ഫോണുമായി ആഹാരം കഴിക്കുന്നു, വാഹനം നിയന്ത്രിക്കുമ്പോൾ ഓഫീസിലെ സമ്മർദ്ദങ്ങൾ ചിന്തിക്കുന്നു. മനസ്സെപ്പോഴും എങ്ങോട്ടൊക്കെയോ അലയുകയാണ്. ഒരിടത്തും ഉറച്ചു നിൽക്കാൻ അത് അനുവദിക്കുന്നില്ല. മനസ്സിനെ ഈ നിമിഷത്തിലേക്ക് തിരികെ കൊണ്ടുവരുന്നതിനെയാണ് മൈൻഡ്ഫുൾനെസ് എന്ന് വിളിക്കുന്നത്. ശ്വാസമെടുക്കുമ്പോൾ അതിലേക്ക് ശ്രദ്ധിക്കുക, പ്രകൃതിയുടെ ഭംഗി ആസ്വദിക്കുക, ചുറ്റുമുള്ളവരോട് സ്നേഹത്തോടെ പെരുമാറുക.
ഇതാണ് യഥാർത്ഥ മോട്ടിവേഷൻ. ഈ യാത്രയുടെ അവസാനത്തിൽ നമ്മൾ തിരിച്ചറിയുന്നത് മനസ്സമാധാനം എന്നത് വലിയ പണം കൊടുത്തു വാങ്ങേണ്ട ഒന്നല്ല എന്നാണ്. അത് നമ്മുടെ ചിന്തകളെ നിയന്ത്രിക്കുന്നതിലൂടെയും ജീവിതത്തിലെ മാറ്റങ്ങളെ നിറഞ്ഞ മനസ്സോടെ ഉൾക്കൊള്ളുന്നതിലൂടെയും ഈ നിമിഷത്തിൽ ജീവിക്കുന്നതിലൂടെയും നേടിയെടുക്കാവുന്ന ഒന്നാണ്. കൊട്ടാരത്തിലെ ആർഭാടങ്ങളിൽ നിന്ന് ആരംഭിച്ച് കഠിനമായ പരീക്ഷണങ്ങളിലൂടെ കടന്നുപോയി ഒടുവിൽ സ്വന്തം ഉള്ളിലെ ശാന്തതയിലേക്കെത്തിയ ബുദ്ധന്റെ ജീവിതം നമുക്ക് നൽകുന്ന സന്ദേശവും ഇതുതന്നെയാണ്. പുറമേയുള്ള ലോകം എത്ര അശാന്തമാണെങ്കിലും നിങ്ങളുടെ മനസ്സ് ശാന്തമാണെങ്കിൽ ലോകത്തിൽ എവിടെയും നിങ്ങൾക്ക് സമാധാനം കണ്ടെത്താം. ഈ തിരിച്ചറിവോടെ നമ്മുടെ വർത്തമാനകാലത്തിലേക്ക് നമുക്ക് കാൽവെക്കാം. അവിടെയാണ് നമ്മുടെ യഥാർത്ഥ സമാധാനം കാത്തിരിക്കുന്നത്. അത് വേറെങ്ങുമല്ല, നിങ്ങളുടെ ഉള്ളിൽ തന്നെയാണ്.